കേരള സംസ്ഥാനത്തിലെ സാംസ്കാരിക നഗരമായ തൃശൂർ ജില്ലയിലെ ഏറ്റവും മനോഹരമായ ടൂറിസ്റ്റ് കേന്ദ്രം പാണഞ്ചേരി പഞ്ചായത്തിലെ പീച്ച് ഡാമാണ്. പീച്ച് ഡാമിന്റെ പരിസരത്ത് നിലകൊള്ളുന്ന അനാഥമായി കിടക്കുന്ന 150ഓളം കോട്ടേഴ്സുകൾ ഇന്ന് താമസക്കാരില്ലാതെ നശിച്ചു കിടക്കുന്നു. പീച്ചി KRI ക്വാർട്ടേഴ്സിൻ്റെ പരിസരത്താണ് ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത്. നമുക്കറിയാം, എൻ്റെ ചെറുപ്പകാലത്ത് ഈ പ്രദേശത്ത് 100-ൽ പരം ക്വാർട്ടേഴ്സുകളിൽ എല്ലാ ക്വാർട്ടേഴ്സുകളിലും നിറച്ച് ആളുകൾ താമസിച്ചുകൊണ്ടിരുന്ന ക്വാർട്ടേഴ്സുകളാണ് ഇപ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഇപ്പോൾ ഒരു ക്വാർട്ടേഴ്സിലും ആൾ താമസിക്കുവാനില്ല. അതുപോലെ തന്നെ താമസിച്ചുകൊണ്ടിരുന്ന ക്വാർട്ടേഴ്സുകൾ മുഴുവൻ ഇടിഞ്ഞു പൊളിഞ്ഞ് ഒരു മെയിൻ്റനൻസ് പണി പോലും ചെയ്യാത്ത കാരണം അത് ആർക്കും ഉപകാരമില്ലാത്ത രീതിയിൽ കൂടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ കോമ്പൗണ്ട് മുഴുവൻ ഇന്ന് കാട് പിടിച്ച് ഒരാന കയറി നിന്നാൽ കാണാൻ പറ്റാത്ത രീതിയിലുള്ള വനമായിട്ട് മാറിയിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഇറിഗേഷൻ ചെയ്യേണ്ടുന്ന ഒരു കാര്യമുണ്ടായിരുന്നു. ഈ ക്വാർട്ടേഴ്സുകൾ കാലാകാലങ്ങളിൽ മെയിൻ്റനൻസ് ചെയ്തിട്ട് ഇവിടെ ഉദ്യോഗസ്ഥർക്ക് അത് വാടകയ്ക്ക് കൊടുക്കുകയും പുറത്തുനിന്ന് വാടകയ്ക്ക് വരുന്നവർക്ക് വാടകയ്ക്ക് കൊടുത്തിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെ സർക്കാരിന് കുറച്ച് ഫണ്ടും അതിലുപരിയായിട്ട് ഈ കാട് പിടിച്ച് കിടക്കുന്ന സ്ഥലങ്ങൾ വൃത്തിയായി കിടന്നേനും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ മുൻവശത്താണ് ഞാൻ നിൽക്കുന്നത്. ജൂൺ 2-ാം തീയതി മുതൽ സ്കൂൾ തുറന്ന കുട്ടികൾ മുഴുവൻ ഈ സ്കൂളിലേക്ക് വരേണ്ടതാണ്. ഈ കുട്ടികൾ വരുന്ന ഇടങ്ങൾ മുഴുവൻ കാട് പിടിച്ച് ആന കയറി നിന്നാൽ കാണാത്ത രീതിയിലുള്ള കാടുകളാണ് ഇവിടെ പിടിച്ചിരിക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ ഈ കാടൊന്ന് വെട്ടിത്തെളിക്കുവാൻ പോലും ഇപ്പോഴത്തെ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിന് സാധിക്കാത്തൊരു കാര്യമാണിത്. ഈ കാടെങ്കിലും ഒന്ന് വെട്ടിത്തെളിച്ചിരുന്നെങ്കിൽ ഇവിടെ പലവിധമായ അനാശാസ പ്രവർത്തനങ്ങളും മദ്യപാനവും മയക്കുമരുന്നും അങ്ങനെ ചെയ്യുന്നതിന് വേണ്ടിയിട്ടൊക്കെ ഈ വനം അതിന് ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ നാട്ടുകാരെന്നുള്ള നിലയ്ക്ക് ഞാൻ പറയുന്നു, ഈ സ്കൂളിൻ്റെ പരിസരവും ഈ ക്വാർട്ടേഴ്സുകൾ മുഴുവൻ കാട് പിടിച്ച് എണ്ണം പിടിച്ച് കിടക്കുന്നു. ഇത് അധികാരികൾ ഇതൊന്ന് കണ്ട് ഇത് നല്ല രീതിയിൽ സ്കൂൾ തുറക്കാൻ പോകുന്നു. ഈ പിള്ളേരുകൾ സ്കൂൾ തുറന്നു കഴിഞ്ഞാൽ പാമ്പും കേപ്പും എല്ലാം കൂടി കയറണമെന്നാണ്. ഇതൊന്ന് വൃത്തിയാക്കിയിട്ട് ഇത് ഭംഗിയാക്കി ഇത് നടത്തി തരണം. ഇതൊന്ന് അധികാരികൾ കണ്ണു തുറക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നാഴിക വിടാതെ വികസനത്തിന്റെ കഥ വായതുപ്പുമ്പോഴും പാവപ്പെട്ടവനെ നികുതിയിൽ പണിത വിയർപ്പിന്റെ മണമുള്ള ഈ കെട്ടിടങ്ങൾ സർക്കാർ നിങ്ങൾ ആർക്ക് കല്ലറ പണിയാനാണ് ഇവിടെ ഉപേക്ഷിച്ചു പോയത്? നാൾക്ക് നാൾ കടത്തിന്റെ കണക്കുകൾ നിർത്തുമ്പോൾ നിങ്ങളുടെയൊക്കെ തോന്നിവാസങ്ങൾക്ക് വഴിയൊരുക്കിയ ഇതുപോലെയുള്ള ക്വാർട്ടേഴ്സുകൾക്ക് ഒരു തലമുറയുടെ നാശത്തിന്റെ കഥ പറയാനുണ്ടാകും. അപ്പോൾ ഇതാണ് നമ്മുടെ ക്വാർട്ടേഴ്സുകളുടെയൊക്കെ അവസ്ഥ. കാലങ്ങളോളം ഇവിടെ ഒട്ടനവധി ഉദ്യോഗസ്ഥർ താമസിച്ചു വരികയും ഈ ക്വാർട്ടേഴ്സൊക്കെ വളരെ വൃത്തിയായി സൂക്ഷിച്ചുകൊണ്ടിരുന്ന ക്വാർട്ടേഴ്സുകൾ ഇന്ന് പട്ടിക്ക് പോലും കയറി കിടക്കാൻ പറ്റാത്ത രീതിയിൽ ഉള്ള അവസ്ഥയിൽ മാറിയിരിക്കുകയാണ്. ഹായ്, അപ്പൊ നമുക്ക് കുറച്ച് ചുരിദാർ സെറ്റ്സ് കാണാം. ഞാൻ പുതിയ കളക്ഷൻസ് കുറച്ച് വന്നിട്ടുണ്ട്. ക്രഷ്ഡ് സിൽക്സിലാണ് വന്നേക്കുന്നത്. അപ്പൊ ക്രഷ്ഡ് സിൽക്കില് ചുരിദാർ മെറ്റീരിയൽ കാണാം കേട്ടോ. ഈ പാറ്റേൺ വന്നിട്ട് നമുക്ക് അടിയിലാണ് ഒരു ആപ്ലിക് പോലെ വന്നേക്കുന്നത്. ഇതിന്റെ കുറെ ഷെയ്ഡ്സ് ഉണ്ട്. ഇതിന്റെ ദുപ്പട്ടയും ക്രഷ്ഡ് സിൽക്കിൽ തന്നെയാണ് വരുന്നത്. ചെറിയൊരു പാർട്ടിക്കൊക്കെ ഇടാൻ പറ്റിയതാണ്. നല്ല കളേഴ്സ് ആണ്. പേസ്റ്റൽ ഷെയ്ഡ്സ് ഒക്കെയാണ് കൂടുതലും വരിക. പേസ്റ്റൽ അല്ലെങ്കിൽ ഡാർക്ക് ഷെയ്ഡ്സും വരുന്നുണ്ട് കേട്ടോ. ഇതാണ് ദുപ്പട്ട വരുന്നത്. ടോപ്പ് ഇങ്ങനെയായിരിക്കും. അതിന്റെ കുറെ ഷെയ്ഡ്സ് നമുക്ക് അവൈലബിൾ ആണ്. നമുക്ക് എല്ലാം സെയിം പാറ്റേൺ ആണ്. പിന്നെ ആ ഷെയ്ഡ്സ് മാത്രം ഒന്ന് നിങ്ങളെ കാണിച്ചു തരാം. ഇതൊരു ലാവൻഡർ ഷെയ്ഡാണ്. ഇനി വേറെ നമുക്കൊരു 3-4 ഷെയ്ഡ്സ് ഉണ്ട്. അപ്പൊ ഷെയ്ഡ്സ് ഒന്ന് കാണാം. സിൽക്ക് തന്നെ നമുക്ക് വേറൊരു പാറ്റേൺ കൂടെ വരുന്നുണ്ട്. ഇത് പ്ലെയിൻ ആണ്. സെൽഫ് ചെറിയൊരു ഡിസൈൻസ് മാത്രമായിട്ട് ദുപ്പട്ടയിൽ മാത്രം ഒരു ചെറിയ ഡിസൈൻ മാത്രമായിട്ട് വരുന്നത് കേട്ടോ. അത് 2-3 ഷെയ്ഡ്സ് ആണ് വരുന്നത്. ഇതൊരു ഗ്രീൻ ആണ്. അതിന്റെ ദുപ്പട്ട നമുക്ക് ഓൾമോസ്റ്റ് സിമിലർ ആണ്. നമ്മൾ ആദ്യം കാണിച്ചതുപോലെ തന്നെയുള്ള സിമിലർ പാറ്റേണിലാണ് വരുന്നത്. ഇതിന് നമുക്കൊരു 3 ഷെയ്ഡ്സ് ആണ് ഇപ്പൊ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഇതൊരു ഗ്രീൻ ആണ്. ഒരു ലൈറ്റ് ഒരു സ്കൈ ബ്ലൂ വരുന്നുണ്ട്. ദുപ്പട്ട അഗെയിൻ സെയിം പാറ്റേണിൽ വരുന്ന സ്കൈ ബ്ലൂ. പിന്നെ ഒരു ലാവൻഡർ ഷെയ്ഡ്. 3 ഷെയ്ഡ്സ് ആണ് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. ഇതെല്ലാം ക്രഷ്ഡ് സിൽക്കിലാണ് വരുന്നത്. നമുക്ക് ഇതല്ലാതെ കുറെ കളക്ഷൻസ് വന്നിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഷോപ്പ് വിസിറ്റ് ചെയ്യുക. ഓൺലൈൻ പർച്ചേസ് താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. താങ്ക് യു.